അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇന്നലെ ചൂണ്ടിട്ട് പിടിച്ച മീൻ ചെന്നിട്ട് പൊള്ളിക്കുക. പൊള്ളിക്ക് നടക്കുന്നത് ഫ്രീസറിൽ വെച്ചിട്ട് സീലായിട്ടോ. ആദ്യമായിട്ട് മീൻ നന്നാക്കുന്നുണ്ട്, അതിൻ്റേതായ പെർഫെക്ഷൻ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ മേത്തോട്ടൊക്കെ തെറിച്ചിട്ടുണ്ട്. ഇനി എന്നെ സോപ്പും പൊടി ഇട്ട് മുക്കിയെടുക്കേണ്ടി വരും മിക്കവാറും. ഈ പിടിക്കുന്ന സുഖം നന്നാക്കാനില്ല കേട്ടോ. നിങ്ങൾ ബോർഡില്ല അക്കറെ പലക അതവിടെ അതെടുക്കുമോ? മുട്ടയി ഒരുത്തനെ നമ്മൾ വിജയകരമായി നന്നാക്കിയിരിക്കുന്നു. കണ്ണ് കളയണ്ടേ? കണ്ണ് ോട് എന്ത് എളുപ്പം അറിയാം മീൻ നന്നാക്കാൻ. പാട്ട പറയുന്ന പരിപാടി ചെയ്യുന്നു. വാടാ എങ്ങോട്ട് ഓടുന്നേ? ഇതുകൂടി ചെറിയ മീനാണെങ്കിൽ നന്നാക്കാനേ ഭയങ്കര പണിയായിരിക്കും. ചെറുതോ? കയ്യിൽ പിടിക്കാൻ വലിപ്പില്ലാത്തതേ. ഇതിനിവിടെ ഒരു മുള്ളുണ്ട് കേട്ടോ. ഇത് വെച്ചാൽ തോന്നുന്നു കുക്കുന്നത്. ചിറകിലുണ്ട്. ഇത് ഈ ഇതില്ലേ ഇതൊക്കെ പെട്ടെന്ന് നാശാവും. ഇതിൻ്റെ വയറ് പെട്ടെന്ന് പൊട്ടും. നിങ്ങളുടെ ആദ്യം എൻ്റെ ഇതൊക്കെ എൻ്റെ കൊമ്പ് നോക്ക്. ഇത് വെച്ചാണ് പണിയുന്നത്. ആദ്യം കുത്തിയിട്ട് നല്ല രസമുണ്ടാവും. ആ കൊമ്പല്ലേ? അത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇത് ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ പിടിക്കില്ലേ, അപ്പോൾ ഇതിങ്ങനെ തലയിട്ട് ഇങ്ങനെ ആട്ടും. എന്നിട്ട് ഒറ്റ കുത്ത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് വന്നിങ്ങനെ കുത്തും. ഞാൻ ഇന്നലെ നഖം വെട്ടിക്കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. ഇതേ നാശമായി. മീൻ ഇന്നലെ പിടിച്ചല്ലേ, ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റായില്ല. ഇന്നലെ ഫ്രഷായിട്ട് പൊളിക്കുകയാണ് ചിലപ്പോൾ കറക്റ്റ് ഈ സാധനം ഇത്ര വലുതാവുള്ളൂ അല്ലേ? കുറച്ചും കൂടിയൊക്കെ വലുതാവും തോന്നുന്നു. ഇതിനൊന്ന് കുത്തിയിട്ട് നല്ല രസമാണ്. ഇതിന് കുത്തിയിട്ട് അന്ന് ചാച്ചൻ്റെ അവിടെ പോയി പിടിച്ചപ്പോഴേ അവിടെ കോഴിക്കോട് പോയി പിടിച്ചിട്ടുണ്ട്. ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനൊന്ന് കുത്തി കിട്ടിയാൽ കടയും. അവിടെ കിടന്ന് കടച്ചില്ല. എങ്ങനെ അവിടെ ഉണ്ട്. അവിടെ നല്ല മീൻ ഉണ്ട്. അവിടെ ഇതേപോലെ തന്നെ ഈ വരാലും ഇത് ഈ കാരി കടു ഫിഷൊക്കെ വൃത്തിയാക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് വരഞ്ഞ് സെറ്റാക്കണം. ആദ്യം താത്തി വരേണ്ടല്ലോ.
നൈസ് പറഞ്ഞു. ഇത് നമ്മൾ പൊള്ളിക്കുന്നില്ല കേട്ടോ. ഇത് നമ്മൾ വേറൊരു ഡിഷ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ്. അത് ചെറുതായിട്ടേ വരയുന്നുള്ളൂ. വെളുത്തുള്ളി, പിന്നെ കാന്താരി, ഇഞ്ചി, കുഞ്ഞുള്ളി, പച്ചമുളക്, ചെറുനാരങ്ങ, 2 ഇതിൽ കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി, പിന്നെ ഫിഷ് മസാല. സാർ പച്ചമുളക് എരിവില്ലാത്തയാ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ടേ മസാലേൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുഞ്ഞുള്ളി എന്തിനാ ഇടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ടേസ്റ്റ് കിട്ടുമോ? പിന്നെ കറിവേപ്പില, മൊത്തം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. സെറ്റായിട്ട് അരിഞ്ഞ് സംഭവം കുറച്ച് വെള്ളം കുടിപ്പോയി, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് മുളക് പൊടിയും ഇതൊക്കെ ഇടാനുണ്ടല്ലോ, അപ്പോൾ റെഡിയാവും. മഞ്ഞപ്പൊടി അല്ല, മുളക് പൊടി എത്ര ഇടുമ്പോഴേ കാശ്മീരി ഇട്ടാൽ മതി, വേറെ കാശ്മീരി കുറച്ചും ഇട്ട് കൊടുക്കുക, അത് മതി. ഇത് നമുക്ക് ഫിഷ് നിർവ്വാണം ഉണ്ടാക്കാണ്. അതിനിങ്ങനെ മസാല തേക്കണ്ടെന്ന് തോന്നുന്നു ശരിക്കും. എന്നാലും നമ്മുടെ രീതിയിലുള്ളൊരു അത് നമുക്ക് തേച്ച് വെച്ചേക്കാം. എന്നിട്ട് പോകണം നമുക്ക് നമ്മുടേതായ രീതിയിലുള്ളൊരു
സെറ്റ്